ഗൈസ് എല്ലാവർക്കും ദക്ഷിണ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാലോ, ഞങ്ങൾ റൂമിൽ എത്തി ഗൈസ്. അപ്പോൾ റെയിൻബോ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ്, അതാണ് ഞങ്ങൾ എടുത്തേക്കണം. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ കല്ലട ഡാമിൽ പോയി, പിന്നെ വേറെ ഡാമിലൊക്കെ പോയി. അതിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല, സോറി. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് പോകണം ഗൈസ്. ഇനി നിങ്ങൾക്ക് വീട് കാണണമല്ലോ. അപ്പം ഇതാണ് ബെഡ്, AC, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകട്ടെ. അമ്മ വെളിയിലുണ്ട്, ചാവി അവിടെ. അപ്പം എല്ലാം ഓക്കെ. നേരെ പോവാണ്. എവിടെ അച്ഛാ പോകുന്നു? ഇവിടെ ഇല്ല, അടുത്ത് ഹോട്ടലുണ്ടോ? അടുത്തോ? കന്യാകുമാരി പോയ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് മൈക്രോഫോൺ വെച്ചില്ല, എൻ്റെ പോക്കറ്റിൽ വെക്കാൻ പോകണം. അച്ഛൻ തോണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. വെളിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് വെളിഭാഗം, അതല്ല, അതാണ് ട്രാവലർ. അപ്പോൾ അതിലാണ് നമ്മൾ വന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു അടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പം അങ്ങോട്ട് പോകാം. ചൂടാതെ അങ്ങ് ഇറങ്ങിപ്പോയി. അച്ഛാ ഈ മൈക്രോഫോൺ ഒന്ന് വിളിക്കാം. എല്ലാം കുരുങ്ങിപ്പോയി. ഇതേത് ഹോട്ടലാണ്? ഇത് ഇവിടെ അച്ഛ സ്ഥലം രാമേശ്വരം അല്ലേ? അല്ല, രാമേശ്വരത്തിൻ്റെ അടുത്ത് താറാവ്. ഇവിടെ കുറേ ഹോട്ടലുണ്ടായിരിക്കും. ആൾക്കാരെല്ലാം ഇങ്ങനെ സംസാരിച്ച് പോവാണ്. ഇവിടെ സായി കാർ പാർക്ക് നമ്മൾ എത്താറായി. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് എത്തിയിട്ട് ബാക്കി കേസ് അവിടുത്തെ ഹോട്ടലിൽ പോയി ഞങ്ങൾ വേറെ ഹോട്ടലിൽ പോവാണ്. അവിടെയാണ് എനിക്ക് ഓർമ്മ അറിയത്തില്ല, ബാഗിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ ടവറുണ്ട്. വച്ചലേ എന്തൊക്കെയുണ്ട്? വച്ചല ഇങ്ങനെ ഓരോന്ന് സന്തോഷിച്ചിരിക്കുകയല്ലേ? വലിയ സന്തോഷം. ഒരിക്കലും ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്ന് ഓർത്തില്ല കേട്ടോ. രാമേശ്വരം കാണാൻ ഒരു ഭാഗ്യം കിട്ടി. എൻ്റെ കൊച്ചുമോനും ഞാനും എല്ലാവരും വന്നിട്ടുണ്ട്. കാണാൻ വേണ്ടിയാവുന്ന ആകാംക്ഷയോടെ പിന്നെ ഞങ്ങളുടെ ബലികർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് വന്നത്. അച്ഛനെ ഉറക്കാൻ സംസാരിക്കണേ എന്ന് വെച്ചാൽ കേൾക്കത്തില്ല. അയ്യോ ഒക്കത്തില്ല, ഒക്കത്തില്ല. ഇവിടെ പശുങ്ങളെല്ലാം അത് ചത്തോ? ചത്ത പോലെ. ഇവിടെ എല്ലാം പശു ഇരിക്കുകയാണ്. രാത്രിയിൽ പശുവിനെ അയച്ചു വിട്ടിട്ടുണ്ട്. വേണ്ട പൈസ. ഇവിടെ നീല റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന അന്നപുരന എന്ന് പറഞ്ഞ ഹോട്ടൽ. പിന്നെ മീരഭവൻ എന്ന് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ നമ്മളവിടെ കയറുവാണ്. ഹിന്ദിക്കാരാണ് അവർ വെച്ചിട്ടാണ്. സീറ്റ് പിടിച്ചിട്ടില്ല, നോക്കുക. പതുക്കെ അങ്ങോട്ട് നീക്കിയിട്ട് ഇരിക്കുക. അവിടെ കഴിച്ചിട്ടുണ്ട്.
മഹാരാഷ്ട്ര ഡിഷും കൂടെ ഉണ്ട് അപ്പം മഹാരാഷ്ട്രയുടെ ഡിഷും ഉണ്ട് അപ്പം അതും കൂടെ കഴിക്കണം. എനിക്ക് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് ചില്ലി പൊറോട്ട ചില്ലി പൊറോട്ട ചില്ലി. കുറെ നേരം ഞങ്ങൾ ഹോട്ടൽക്കാരനോട് പറയുക ഓർഡർ ചെയ്ത് ഇവിടെ എല്ലാം ആലു പൊറോട്ടയും പിന്നെ എനിക്ക് പൊറോട്ടയും വെജല്ലേ, അതുകൊണ്ട് എന്തുവാ പറഞ്ഞ പോലും. അപ്പം ഗൈസ് 10:02 സമയം. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നേരെ റിസോർട്ടിൽ നിൽക്കുന്നു. ഗൈസ് അവിടെ ബാക്കിലൊരു പശു നിൽക്കുന്നു. വെള്ളം തായോ നിങ്ങൾക്ക് കണ്ടില്ലായിട്ട് ക്യാമറ ക്ലിയർ അല്ല. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ സലാഡ് വന്ന്, പിന്നെ പിക്കിള് വന്ന്, പിന്നെ ഉപ്പും കൂടെ വന്നു, വെള്ളവും കൂടെ കുടിക്കണം. വെള്ളമെല്ലാം റെഡിയാക്കി വെച്ചു. ആഹാരം ഇതുവരെ വന്നിട്ടില്ല. ഒരു മുട്ട പ്ലേറ്റാണ് നിങ്ങൾ കണ്ടല്ലോ, പ്ലേറ്റ് ക്ലീനാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് സവാള കിട്ടിയിട്ട് നമുക്ക് നോക്കാം ടേസ്റ്റ്. വേണ്ട ചുമ്മാനും ചെയ്യുന്നത് ഇങ്ങനെ അവിടെ പിന്നെ ശത്രു വന്നില്ലേ രാമേന്ദ്രനാഥൻ മഹാരാഷ്ട്രക്കാരൻ. സവാള ഇങ്ങനെ ഇടും മഹാരാഷ്ട്രയിൽ. സവാള അതിൽ അച്ചാറിടും. അതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു നാരങ്ങ അച്ചാർ പനീർ ടിക്ക കറികൾ വന്നിട്ടുണ്ട്. എന്തുവാന്ന് എനിക്ക് തോന്നും പനീർ ടിക്ക ഓരോന്ന് വരുന്നുണ്ട്. ഇനി കഴിക്കാനുള്ള വളരെ കഴിക്കാനൊക്കെ ഈ പാത്രം കറി അവിടുന്ന് ഒരു കറി എടുക്കാം. ഇത് ഏത് കറിയാന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പനീർ ടേസ്റ്റ് ചെയ്തു. നല്ല രസമല്ലേ? എടുത്ത് കൊടുക്കും മാമൻ്റെ അഭിപ്രായം കിട്ടിയോ? അമ്മ അഭിപ്രായം അടിപൊളിയാണ്. കറി നല്ല ആ സബ്ജി അത് വേറെയാണോ?
രതീഷിൻ്റെ അടുത്ത് കറി എടുക്കും परवा दिवशी ഗ്രീൻ പീസും എന്തോ പനീർ ഏത് കറിയാമേ വെജിറ്റബിൾ കുറുമ വെജിറ്റബിൾ കുറുമയാണ് രണ്ട് കറികളുണ്ട് പനീർ കറികളുണ്ട് പനീറിൻ്റെ ഇങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഊണിനെക്കാട്ടി കൊള്ളാം जो है कल्याण वाला अभी कल बात किया तो क्या बोले 7 तारीख को आने वाला तो ये क्या बोल रहा सब निकल गए इनको भाई हो गई നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് കൊള്ളാം പിന്നെ एक तो 500 की थी मैं तो और एक दिन बढ़ा कर പിന്നെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഒരു രുചിയില്ല അത് ഉപ്പുമില്ല മുളകുമില്ല ഒരു വർഷം എടുക്കുമല്ലോ ഇനി ഒരു ചപ്പാത്തി സൂപ്പറാണോ ടേസ്റ്റ് ഒക്കെ നല്ലതാണ് മഹാരാഷ്ട്രയിലെ ആഹാരം അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് മഹാരാഷ്ട്രയുടെ ഡിഷാണ് ആദ്യം പനീർ ടിക്ക പിന്നെ പനീർ ദാലാണ് മൊത്തമാണ് അറിയിക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ ഗൈസ് ഞങ്ങൾ കഴിച്ച് ഇറങ്ങി ഇതായി വെളിയിലോട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം കൊള്ളത്തില്ലായിരുന്നു ഞങ്ങളിപ്പോൾ വേറൊരു ഹോട്ടലിൽ വന്ന് നല്ല ആഹാരമാണ് സൂപ്പർ ആഹാരമായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട് റൂമിലോട്ട് പോവുക നാളെ വെളുപ്പിന് അമ്പലത്തിൽ പോകും രാമേശ്വരത്താണ് രാമേശ്വരത്ത് അപ്പം കടയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഗൈസ് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വഴിയിലോട്ട് നടക്കുവാണ് അവിടെ വച്ചല ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഓരോന്ന് സംസാരിച്ച് കൊള്ളത്തില്ലായിരുന്നു ആഹാരം ഇപ്പം കഴിച്ച ആഹാരം നല്ല ആഹാരമായിരുന്നു ഞങ്ങൾ ഇഷ്ടം പോലെ കഴിച്ച് ഇപ്പം റൂമിലേക്ക് പോവുകയാണ് നാളെ രാവിലെ അമ്പലത്തിൽ പോകും രാമേശ്വരത്ത് അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഇങ്ങോട്ട് നീങ്ങി വാ നീ പശുക്കൾ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടുത്തെ രീതി അങ്ങനെയാണ് കാളയുണ്ടെന്ന് കാളയില്ല ഗൈസ് ഗൈസ് ഞങ്ങളിങ്ങനെ നടക്കുവാണ് ഹോട്ടലല്ല റിസോർട്ട് എത്തിയില്ല
അങ്ങനെ എല്ലാവരും സംസാരിച്ചിട്ട് പോവാണ്. ഇനി ഞങ്ങൾ വീട്ടിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഗൈസ് ഇനി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇപ്പോഴത്തെ എപ്പിസോഡ് നമ്മളിവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.